അങ്ങനെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനായിട്ടുള്ള രക്ഷാപ്രവർത്തനം നമ്മുടെ സർക്കാർ പൂർത്തിയാക്കിയിരിക്കുകയാണ്. സമ്പൂർണ്ണ സുരക്ഷ അദ്ദേഹത്തിന് ഉറപ്പുവരുത്തിയിരിക്കുന്നു. ഇനി ഒന്നും പേടിക്കേണ്ടതില്ല. അദ്ദേഹം ഈ മാസം അവസാനത്തോടെ സംസ്ഥാനത്തിൻ്റെ DGP പദവി അദ്ദേഹത്തിന് ലഭിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാം നേടുന്നു. സന്തോഷം, ഹാപ്പി എൻഡിങ്. അതായത് ഈ ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിൽ SIT സമർപ്പിച്ച റിപ്പോർട്ട് വ്യക്തത തേടി മടക്കിയിരിക്കുകയാണ് DGP. നമുക്ക് കുറേ സംശയങ്ങളുണ്ട്. ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് 2 ആഴ്ചയായി. ഇത്രയും ദിവസം ഒരു വ്യക്തതയും തേടണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെയൊക്കെ മാധ്യമങ്ങൾ ഇത് ഏറ്റുപിടിച്ച് അജിത് കുമാറിനെ ചെന്നിത്തല സംരക്ഷിക്കുന്നു എന്നുള്ള തരത്തിൽ വാർത്തകൾ വരാൻ തുടങ്ങിയതോടെ ഇപ്പം ഞങ്ങൾ ഇയാൾക്കെതിരെ നടപടിയെടുക്കും, ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറി റിപ്പോർട്ട് സമർപ്പിക്കും എന്നൊരു പ്രതീതി ഉണ്ടാക്കിയതിന് ശേഷം അതിവിദഗ്ധമായിട്ട് ഇപ്പോൾ ഈ റിപ്പോർട്ട്. അല്ല, എനിക്കൊരു സംശയമുള്ളത്, നമ്മുടെ ഡോക്ടർ B അശോകിനെയും അതുപോലെ നമ്മുടെ പ്രശാന്ത് നായരെ സസ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ അഭിപ്രായം ഇവർ തേടിയിരുന്നു? ഇല്ല. ഇതായത് ഈ അജിത് കുമാർ സസ്പെൻഡ് ചെയ്ത എത്ര DYSPമാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരെ അഭിപ്രായം P വിജയൻ്റെ അടുത്ത് അഭിപ്രായം തേടി? അതാണ് പറഞ്ഞു വരുന്നത്. ഒന്ന്, ഇദ്ദേഹത്തിനോട് വിശദീകരണം തേടിയതിന് ശേഷം സസ്പെൻഡ് ചെയ്യുന്നു ഇന്നലെ പറഞ്ഞു. ഞങ്ങൾ സസ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിലപാട് വ്യക്തമാക്കുമെന്ന് പറയേണ്ടി വരും. ഈ അജിത് കുമാർ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് DYSPമാർ തൊട്ട് താഴോട്ടുള്ള ഉദ്യോഗസ്ഥരെ അപ്പം ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ ADGP P വിജയനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. യാതൊരുവിധ കാരണങ്ങളും തേടിയിട്ടില്ല, വ്യക്തത തേടിയിട്ടില്ല, ഒന്നും തേടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒന്നും തേടാതെ ഈ അജിത് കുമാറിന് മാത്രം ഒരു അവകാശം എന്നാണ്, അതോ IPS ഉദ്യോഗസ്ഥർക്ക് മാത്രം ഉള്ളതാണോ എന്നാണ് ഒരുപറ്റം പോലീസുകാർ ചോദിക്കുന്നത്. പക്ഷേ IPS ഉദ്യോഗസ്ഥർക്കിടയിലും 2 തട്ടിൽ ഉണ്ട്. P വിജയനെ ഓൺ ദ സ്പോട്ടിൽ സസ്പെൻഡ് ചെയ്തു. പിണറായി വിജയൻ അപ്പോഴേ സസ്പെൻഡ് ചെയ്തു. എന്തിനായിരുന്നു? അയാൾ ഒരു പ്രതിയുടെ പടം മാതൃഭൂമി ചാനലിൽ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് യാതൊരു തെളിവും ലഭിച്ചിട്ടില്ല. അത് അദ്ദേഹമാണ് കൊടുത്തതെന്ന് ആരും തെളിയിച്ചിട്ടില്ല. അവസാനം അദ്ദേഹം തിരിച്ച് സർവീസിൽ കയറിയല്ലോ, അദ്ദേഹത്തിന് ഒരു കുഴപ്പവും സംഭവിച്ചു, അയാളെ സസ്പെൻഡ് ചെയ്ത് കളഞ്ഞു. ഇതിപ്പോൾ എന്താണ്, MR അജിത് കുമാർ ഒരു വലിയ സംഭവം തന്നെയാണ്. ഇയാളെ ഭയമാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കും ഇവിടുത്തെ ജനപ്രതിനിധി. കുറെ പേര് കുരുക്കാനുള്ള സാധനം ഇയാളെ കൈക്കുണ്ട്. അയാൾ വിജിലൻസിൽ ഡയറക്ടറായിട്ടിരുന്നിട്ടുണ്ട്. പിന്നെ അയാൾ ADGP ക്രമസമാധാന ചുമതലയുള്ള എല്ലാ ആശാന്മാരുടെയും രഹസ്യ വിവരങ്ങൾ ഇദ്ദേഹം ശേഖരിച്ചു. ഈ നേതാക്കന്മാരെ അവിഹിത ബന്ധങ്ങളും അവിഹിത സമ്പാദ്യങ്ങളും സകല സാധനത്തിന്റെ ഡീറ്റെയിൽസ് ഇളയിൽ കാണും. ഇവരുടെ ഫോൺ കോൾ ചോർത്തുന്നതായിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി. അതായത് കഴിഞ്ഞ തവണ LDF സർക്കാർ ഭരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോൺ ഇവിടുത്തെ മാധ്യമപ്രവർത്തകരുടെയും ഇവിടുത്തെ സിനിമാ താരങ്ങളുടെയും ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെയും സർക്കാരിനെതിരെ സംസാരിക്കുന്ന പാർട്ടിക്കാരുടെയും അടക്കം മുഴുവൻ കോളുകളും ഇവർ ചോർത്തിയിട്ടുണ്ട്. അതായത് ആ റെക്കോർഡുകൾ അതേപടി ചോർത്തിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഇവർ സംസാരിച്ചിരിക്കുന്നതും വാട്സപ്പിൽ അയച്ചിരിക്കുന്ന മെസ്സേജുകളും ഒക്കെ ചോർത്തിയിട്ടുണ്ട്. അതിനുള്ള സംവിധാനം കേരള പോലീസിനുണ്ട്. അത് അങ്ങനെ തന്നെ ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇങ്ങേര് കുറേ എപ്സ്റ്റീൻ ഫയൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ പറയുന്ന ചെന്നിത്തല അടക്കമുള്ളവരുടെ കാണാനുള്ള സാധ്യത എപ്സ്റ്റീൻ ഫയൽസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഫയൽസ് ഉപയോഗിച്ചിട്ടാവണം ഈ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു നീക്കം ഉണ്ടാകുന്നത്. ഇദ്ദേഹത്തെ ഭയമാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ. അതല്ല, നമ്മൾ ആദ്യം കരുതിയിരുന്നത് ഈ വലിയ വ്യവസായികളുടെയൊക്കെ സ്നേഹം കൊണ്ടാണ് ഇതെന്ന്. പക്ഷെ അങ്ങനെ അല്ല, ഇപ്പൊ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവരുണ്ടെങ്കിൽ ഇപ്പോൾ ഇയാൾ വിരട്ടി നിർത്തിയിരിക്കും. ഈ പിണറായി വിജയനെ പോലും അദ്ദേഹം ഇങ്ങനെ നിർത്തിയിരിക്കുകയായിരുന്നു. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിണറായി വിജയനെ വരെ ഇയാൾ ഇങ്ങനെ തന്നെ നിർത്തിയിരിക്കുകയായിരുന്നു. പക്ഷേ അവസാനം ഗത്യന്തരമില്ലാതെയാണ് പിണറായി വിജയൻ സസ്പെൻഡ് ചെയ്തത്. എനിക്കൊന്ന് എങ്കിലും പിണറായി വിജയൻ അദ്ദേഹത്തെ പൊതിഞ്ഞ് സംരക്ഷിച്ചിരുന്നു എന്നുള്ളത് സംരക്ഷിക്കാൻ നിർബന്ധിതനാണല്ലോ. കാരണം രഹസ്യം മൊഴി എടുത്ത് വെച്ചിരുന്നാൽ ഇവരൊക്കെ സ്വകാര്യ ജീവിതം എടുത്തു കഴിഞ്ഞാൽ വളരെ രസകരമായിരിക്കുമല്ലോ. അതായത് ഈ ജൂലൈ 31 ഇയാളെ സസ്പെൻഡ് ചെയ്തില്ലെങ്കിൽ, ഇയാൾക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ ഇയാൾ DGP ആവും. കാരണം ഒരാൾ വിരമിക്കുകയാണ്, ആ ഒഴിവിലേക്ക് ഇയാൾ DGP ആയി വരും. അപ്പോൾ ഈ ജൂലൈ 31 ഇയാളെ DGP ആക്കിയതിന് ശേഷം ബാക്കി തുടർ നടപടികളിലേക്ക് പോകാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ ഇതിനകത്ത് വളരെ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിലവിൽ SIT ഇല്ലേ, ഈ അന്വേഷണം സമർപ്പിച്ചു, ഈ റിപ്പോർട്ടും കൊടുത്തോടാ, SIT തീർന്നു, പരിപാടി കഴിഞ്ഞു. ഷൗക്കത്ത് ഇപ്പോൾ കോഴിക്കോട് പോലീസ് കമ്മീഷണറാണ്. അപ്പോൾ SITക്ക് ഇപ്പോൾ നിലവിൽ തലവനില്ല. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ആയിരുന്നു SIT തലവൻ. അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ് ആയിരുന്നു DYSP ആയിട്ടുള്ള ബൈജു പൗലോസ്. ഇപ്പോൾ ഇദ്ദേഹം കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് പോയി. അത് അദ്ദേഹം ഈ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷമാണ് പോകുന്നത്. അല്ല, ഇനിയിപ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള അജിത് കുമാർ തന്നെ പറയാം, എൻ്റെ പേരിൽ അന്വേഷണം നടത്താൻ ഞാൻ സജസ്റ്റ് ചെയ്യാന്ന് പറയാം ആളിനെ. ഇതിപ്പം സംഭവിക്കാൻ പോകുന്നത്, നിലവിൽ SIT ഇല്ല, ഇവര് റിപ്പോർട്ട് വ്യക്തത തേടി മടക്കി. ആർക്ക് മടക്കി? SIT തലവനാണ് ഇത് ഒപ്പിട്ട് അങ്ങോട്ട് കൊടുക്കേണ്ട അന്വേഷണ റിപ്പോർട്ട്. ഇല്ല. അപ്പൊ നിലവിൽ ഈ SIT തലവൻ പോയതോടെ ഈ SIT ഇല്ലാതായി. പക്ഷേ ഇനി ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ആണ് SIT തലവൻ എന്ന് പറഞ്ഞാൽ ഗിൽസൺ ബാബു എന്ന് പറഞ്ഞിട്ട് ഇടുക്കിക്കാരനായിട്ടുള്ള ഒരാളാണ്. അയാളെ ഇതുവരെ അവിടെ ചാർജ് എടുത്തിട്ടില്ലെന്നാണ് അറിയുന്നത്. എന്താണെങ്കിലും അദ്ദേഹം വന്നു കഴിയുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ എന്ത് സംഭവിക്കും? ഷൗക്കത്ത് അലിയെ പോലെ ഉണ്ടാകും എന്ന് നമുക്ക് യാതൊരു പ്രതീക്ഷയില്ല.
അല്ല മിക്കവാറും എൻ്റെ ഒരു വിശ്വാസം ഈ അജിത് കുമാർ ക്രമസമാധാന ചുമതല DGP ആവുമെന്ന് തന്നെയാണ്. അതുണ്ടാവും. കാരണം ഇത്രയും സാധനം കയ്യിലിരിക്കുകയാണെങ്കിൽ ഒരു രാത്രി 10 മണിക്ക് ശേഷം നമ്മളെ നേതാക്കന്മാരെ ഫോൺ കോൾ മാത്രം കയ്യിൽ വെച്ചിരുന്നാൽ മതി. ഇത് മതി. ഈ യുവന്മാർ മുഴുവൻ മുട്ടുമടക്കി ഉണ്ടെങ്കിൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടതാണെങ്കിലും. അപ്പോൾ എന്താണെങ്കിലും ഒരു കാര്യം നമുക്ക് ഉറപ്പായി, ഈ ചെന്നിത്തല ആയിക്കോട്ടെ, പിണറായി വിജയൻ ആയിക്കോട്ടെ, VD സതീശനായിക്കോട്ടെ, ആര് ഭരിച്ചാലും അജിത് കുമാർ ഇവിടെ രാജാവായിരിക്കും. അദ്ദേഹം അജിത് കുമാർ മാത്രം, അജിത് കുമാറിന്റെ ലൈനിൽ ജീവിക്കുന്ന ആൾക്കാർ ഇവിടെ രാജാക്കന്മാരായിരിക്കും. നേരെ ജീവിത കാര്യം നോക്കുന്ന ഡോക്ടർ B അശോകും പ്രശാന്ത് നായരും ഒക്കെ പഴയ അവസ്ഥയിൽ തന്നെ അവർ തുടരും. ഇപ്പൊ പുറത്തു വരുന്ന ഒരു സംഭവം, ഈ DGP ആണ് ഇത് മടക്കിയത്. DGP ആണ് ഇയാളെ സംരക്ഷിക്കുന്നതാണ്. പക്ഷെ ഒരിക്കലും അല്ല. DGP രവതാ ചന്ദ്രശേഖർ ഇയാളെ ഒരു കാരണവശാലും സംരക്ഷിക്കുന്നില്ല. കാരണം ഈ റിപ്പോർട്ട് കിട്ടിയാന്ന് തന്നെ DGP റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം ആഭ്യന്തര വകുപ്പിൽ റിപ്പോർട്ട് ചെയ്തതാണ്. ആഭ്യന്തര സെക്രട്ടറി അറിയിച്ചതാണ്. ആഭ്യന്തര മന്ത്രി അറിയിച്ചത്. ആഭ്യന്തര സെക്രട്ടറി സ്ഥലത്തില്ല. മിൻഹാ ജാലവ് എന്ന് പറയുന്ന അദ്ദേഹം സ്ഥലത്തില്ല. അദ്ദേഹം വന്നാൽ ഉടൻ നടപടി എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇന്നലെ സെക്രട്ടറിക്ക് കൈമാറുമെന്ന് പറയുന്ന റിപ്പോർട്ടാണ് ഇപ്പം മടക്കിയിരിക്കുന്നത്. ശക്തമായിട്ടുള്ള ദുരൂഹത ഈ സംഭവത്തിലുണ്ട്. ഇതിനകത്ത് സത്യത്തിലൊന്ന് ആലോചിക്കണം. ഇന്നലെ ഏഷ്യാനെറ്റിന്റെ ന്യൂസിന്റെ ചർച്ച നടക്കുന്നുണ്ട്. അജയ് ജുവലൊക്കെ പങ്കെടുത്ത ചർച്ചയായിരുന്നു. പക്ഷെ ആ ചർച്ചയ്ക്കുള്ളിൽ വിനു വി ജോൺ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മുടെ ഇയാളുണ്ടല്ലോ രതീഷ്, കശുവണ്ടി തട്ടിപ്പ് രതീഷ് ഇപ്പോഴും അതായിരിക്കുന്നു. ഖാദി ബോർഡ് സെക്രട്ടറിയുമാണ്, റൂട്രോണിക്സിന്റെ MD-യുമാണ്. ഒന്നും ചെയ്തിട്ടില്ല. MR അജിത്കുമാറിനെയും രതീഷിനെയും ഒന്നും തൊടാൻ ഈ പൂക്കി എന്നും പറയുന്ന സതീശനൊന്നും യാതൊരു ധൈര്യവുമില്ല എന്നുള്ളതാണ് ഈ രതീഷിന്റെ കയ്യിൽ എല്ലാവരും കാശ് കൊടുത്ത ഡീറ്റെയിൽസ് ആണ്. അതാ ഒന്ന്, ഇവരുടെ സമ്പാദ്യം ഉണ്ടെന്നുള്ള അറിയായിരിക്കും. രണ്ടാമത്തെ അജിത് കുമാറിന്റെ കയ്യിൽ ബാക്കി ഇവരെ സ്വകാര്യ ജീവിതം മുഴുവൻ അയാളെ കയ്യിൽ ഇരിക്കേണ്ടത്. അതെ, അദ്ദേഹം അതാണ് ഞാൻ പറഞ്ഞത്. എപ്സ്റ്റീൻ ഫയൽസ് അജിത് കുമാറിന്റെ കയ്യിൽ ഉണ്ടാവണം. അജിത് കുമാർ പിണറായി വിജയന്റെ കാലത്താണ് സ്വപ്ന സുരേഷിന് വേണ്ടി ദല്ലാൾ പണിക്ക് പോയത് ഓർക്കും. അതെ, അത് ഒരു കൊച്ചിയിലുള്ള ഒരു മാധ്യമപ്രവർത്തകൻ അയാളെ കൂട്ടുപിടിച്ച് സ്വപ്ന സുരേഷിനെ സ്വാധീനിക്കാൻ പോയിട്ട് അവസാനം സ്വപ്ന സുരേഷ് ഈ ഷാജ് കിരൺ അയാളുടെ സംഭാഷണങ്ങൾ പുറത്തു വിടുകയും മറ്റേ ഇവര് പാലക്കാട് ഒരു HRMS അങ്ങനെ കണ്ട് പറഞ്ഞൊരു സംഘടനയുടെ ഓഫീസ്, അതെ, അന്ന് ഈ സ്വപ്ന സുരേഷാണ് പറഞ്ഞത് ഇവരെ സ്വാധീനിക്കാൻ ചെന്നു. അതിന്റെ പ്രതിഫലമായിട്ട് അജിത് കുമാറിനെ ഉടനെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആക്കുകയാണ് ചെയ്തത്. ഓർക്കുന്നുണ്ടോ? അതെ. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കുക, അധികാരത്തിന്റെ ഇടനാഴികളിൽ കൃത്യമായ പിടിയുള്ളയാളാണ് MR അജിത് കുമാർ. അയാളെ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ കക്ഷിയും ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്യാൻ പോണില്ല. അയാൾ റിട്ടയർ ചെയ്താലും പോലീസ് കംപ്ലൈൻസ് അതോറിറ്റിയുടെ ചെയർമാൻ ഏതെങ്കിലും നല്ലൊരു പോസ്റ്റും ഭാരതീയ ന്യായ സംഹിത പ്രകാരം അധികാര ദുർവിനിയോഗത്തിന് കേസെടുക്കേണ്ട ആളാണ്. അതായത് ഒരു കേസിന്റെ കേസ് ഡയറി വിളിച്ചു വരുത്തി അത് പാടെ അട്ടിമറിച്ചതിന് ശക്തമായ തെളിവുകളുണ്ട്. ഇത് മിക്കവാറും ഈ ആലപ്പുഴ DYSPയുടെയും അവിടുത്തെ റൈറ്ററുടെയും ഇവിടുത്തെ ADGP ഓഫീസിലെ ഗ്രേഡ് SIമാരുടെയും തലയിൽ വെച്ചുകൊണ്ട് ഈ സംഭവം മുഴുവൻ ഊരാനുള്ള സാധ്യതയാണ് കണ്ടുവരുപ്പാണല്ലോ. എന്തായാലും അജിത് കുമാറിന്റെ ഭാവി ശോഭനമാണ്. അദ്ദേഹത്തെ തേടി പുതിയ പുതിയ പദവികൾ ഇനി എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം UDF സർക്കാരും അദ്ദേഹത്തിന്റെ മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നു. കാരണം കയ്യിലിരിക്കുന്ന സാധനം അത്രയും ഗംഭീരമായിരിക്കും. ഒരു കാര്യം നമുക്കറിയാം, രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള ഇടപെടലുണ്ട്. അതിന് യാതൊരു സംശയവും വേണ്ട. ഒരു ആഭ്യന്തരമന്ത്രി വിചാരിച്ചാൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇയാളെ ഈ പറയുന്ന റിപ്പോർട്ടിനകത്ത് എന്താണ് വ്യക്തത എന്നാണ് നമുക്കറിയേണ്ടത്. കാരണം ഷൗക്കത്ത് അലിയെ പോലെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ, പക്ക 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം വളരെ കൃത്യമായി തയ്യാറാക്കിയ റിപ്പോർട്ട്. ഒരിക്കലും ഇവർ പ്രതീക്ഷിച്ചില്ല അജിത്ത് ഇതിനകത്ത് വരുമെന്ന്. അതുകൊണ്ടാണ് ഇവർ ഷൗക്കത്ത് അലിയെ വെച്ചത്. മനസ്സിലായി? അല്ലായിരുന്നു അട്ടിമറിക്കാൻ പാകത്തിലുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ വെക്കത്തുള്ളത്. ഷൗക്കത്ത് അലിയെ വെച്ചു. ഷൗക്കത്ത് അലി കയറി ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അജിത്തായാലും വിജയനായാലും അദ്ദേഹത്തിന് വിഷയമല്ല. അദ്ദേഹം കൃത്യമായ റിപ്പോർട്ടുകൾ അന്വേഷിച്ച് കൃത്യമായ പഴുതുകൾ അടച്ച റിപ്പോർട്ടാണ് DGPക്ക് കൊടുത്തത്. എനിക്ക് തോന്നുന്നത് റിപ്പോർട്ട് വന്നതിന് പുറകെ തന്നെ എപ്സ്റ്റീൻ ഫയൽസിന്റെ കണ്ടന്റ് മുഴുവൻ ഡീറ്റെയിൽസ് ഇടനിലക്കാർ വഴി എത്തിച്ചു. കാരണം അപ്പോൾ അവസാനം ആദ്യമൊക്കെ ഈ കൈയും കാലും ഒക്കെ പിടിച്ചു നോക്കി കാണും. അതിനുശേഷം സാധനം എടുത്ത് കാണിച്ചു കാണും. അതായിരിക്കും ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പായി, MR അജിത് കുമാർ എന്ന് പറയുന്ന പഴയ ക്രിമിനൽ മൈൻഡുള്ള ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു കാരണവശാലും ഇവിടുത്തെ സർക്കാരുകൾക്കോ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഇതോടുകൂടി ഉറപ്പായി.